പെരട്ടാണ്. നല്ലൊരു ഫോറിനർ പോലെ ഇരുന്ന മനുഷ്യനാണ് ഇപ്പൊ നല്ല റെഡ് ഇന്ത്യനായി. കളർ മാറി. ഇത് നമ്മൾ എന്തൊക്കെ ചേർത്ത മസാല? ഈ മസാല മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഒരിച്ചിരി പെരിഞ്ജീരകം ഇടും, ശകലം. പിന്നെ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി സ്വല്പം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച് ഇച്ചിരി മുളകും കൂടി ഇട്ട് അരച്ച് പറ്റുമ്പോ തന്നെ ശരിക്കും നല്ല സ്പൈസി, നല്ല എരിവുണ്ടാവുമല്ലേ? തന്നെ സംഭവം കുരുമുളകും എല്ലാം കൂടി ഇട്ടല്ലേ ശരിക്കും ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് മാറ്റി വെക്കാനാണോ അതോ മാറ്റി വെക്കാല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ വെക്കുമ്പോ ആൾക്കാർ ചോദിക്കുമ്പോ വന്ന് പൊരിച്ചു കൊടുക്കുവാണോ അതോ ഇത് പൊരിക്കുവോ ഇപ്പൊ തന്നെ? ഇത് ഇങ്ങനെ അരപ്പ് വരട്ടി അങ്ങ് വെട്ടിയിലോട്ട് വെക്കും, ഐസിലോട്ട് വെച്ചിട്ട് എടുത്ത് ആരെങ്കിലും എടുത്തിട്ട് വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള പറഞ്ഞ് പൊരിച്ചു കൊടുക്കും. അപ്പൊ തന്നെ പൊരിച്ചു കൊടുക്കും. ഓ നമുക്ക് ഇങ്ങനെ വെച്ചാൽ അത് പഴുത്തു പോകും. അങ്ങനെ ഓരോ മീനും ഇങ്ങനെ മസാല പരട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ ചേച്ചിമാരാണോ എന്താ ഇവര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വെട്ടുന്നൊക്കെ ഇവരാണ്? അമ്പിളി ചേച്ചി ഇങ്ങോട്ട് വാ നമുക്ക് കാണാം. അപ്പൊ ചന്ദ്രന്റെ ഭാര്യയാണ് അമ്പിളി ചേച്ചി. അമ്മിണി ചേച്ചി, സോറി മൈ മിസ്റ്റേക്ക്. അമ്മിണി ചേച്ചി അമ്പിളിന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ചേച്ചിയെ കൂടിയിട്ടാണ് വെട്ടുന്നത്. വെട്ടുന്നല്ലേ ഇതേപോലെ ആക്കും. അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാല്ലേ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത അമ്മണി ചേച്ചി ആയിരിക്കും ചേട്ടൻ. അപ്പൊ ചേട്ടനാണ് സാധാരണ നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാലം പോയി പോക്ക് അതാണ് എപ്പോഴും. ഇപ്പൊ പഠിച്ചിപ്പോ എല്ലാം ചെയ്യണ ചേച്ചിയാണ്. ഉണ്ടല്ലേ? വേറെ ആരൊക്കെ ബന്ധുക്കൾ തന്നെയാണോ അതോ എല്ലാം വേണ്ടപ്പെട്ട കടക്കകത്തുള്ള പണി ഇതുമില്ല അവർക്ക്? വെളിയിലുള്ള പണി വെളിയിൽ മാത്രം കടലോട് കയറ്റത്തില്ല. പിന്നെ എല്ലാവരും വേണ്ടപ്പെട്ട വേറെ പയ്യുണ്ട്, 5 പേരുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് കുടുംബം എല്ലാം ഒത്തൊരുമിച്ച് ഇങ്ങനെ ചെയ്യണത്. ശരിക്കും പുറത്തുനിന്ന് ഒരാളെ വെക്കാണ്ട് ആ കുടുംബം മൊത്തമായിട്ട് ചെയ്യാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്യാണത്തിന്റെ ഒക്കെ ഫീൽ എല്ലാവരും കൂടി നമ്മൾ ബന്ധുക്കളെ കൂടി നിന്നിട്ടല്ലേ എല്ലാം ഉണ്ടാക്കലൊക്കെ. അതേപോലെ തന്നെ ശരിക്കും ചെയ്യാം ചെയ്യട്ടെ ചേച്ചി വാങ്ങി. ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞിട്ടില്ലേ സാധാരണ നമ്മള് വീട്ടിലും പുറമേന്നും എല്ലാരും പറയാണ്ട് ആണുങ്ങൾ മീൻ വെട്ടാനും ഒന്നിനും കിച്ചണിലൊന്നും കൂടില്ലാന്ന്. ഇപ്പൊ ശരിക്കും നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ആണുങ്ങളെല്ലാം പെമ്പിള്ളേരെ പഠിപ്പിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീട്ടിലുള്ള ഭാര്യമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മുതിരണം, എല്ലാവരും വന്നം. ഞാൻ എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കും, ഉറപ്പാണ്. ഇതേ നമ്മുടെ കടയില് ചേട്ടാ പ്രതീക്ഷിക്കാണ്ട് എന്താ നമ്മള് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ആര് വന്നപ്പോഴാണ്? ആരാണ് അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് കയറി വന്ന് കഴിച്ചിട്ടുള്ളത് നമ്മളിവിടെ? ഒരുപാട് എന്തായാലും അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയ ആരെങ്കിലും രാഷ്ട്രീയക്കാരോ സിനിമ രംഗത്തുള്ളവരോ? സാജു മണ്ണുള്ളത് സാജു കുടിയൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ വരാറുള്ളതാണ്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? എന്റെ കയ്യിൽ നിന്ന് മിക്കവാറും പുകഞ്ഞ് ദൈവമേ കൈ പോകയല്ലേ അറിഞ്ഞോണ്ടാണ് പണിയെന്നാണ്. നല്ല അരപ്പാണ്. നമ്മളിവിടെ തന്നെ അരച്ചാണല്ലേ? നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന പൊടിയോ അരപ്പോ ഒന്നല്ല, ഇവിടെ തന്നെ ചാക്ക് പടി എടുക്കാല്ലേ? മൊത്തത്തിൽ നമ്മൾ ചാക്കപ്പടി എടുത്തിട്ട് അത് ഇവിടുന്ന് പൊടിച്ചു അരച്ചൊക്കെ ചെയ്യണത്. കൈയൊക്കെ ശരിക്കും നന്നായിട്ട് പുകയാണ്. നമ്മള് പൊടിയായിട്ട് വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഉള്ളൂ. മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ബാക്കി എല്ലാം നമ്മൾ വാങ്ങിച്ച് പൊടിക്കത്തേ ഉള്ളൂ. ഓഹോ, ഇപ്പൊ അടുത്തതുമായിട്ടുണ്ട് ഇതിനകത്തല്ലേ? ഇവിടെ നമ്മളെ വിറകൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത്? ശരിക്കും വെളിയിൽ നിന്ന് വാങ്ങിക്കാണല്ലേ? പുറത്ത് വലിയ കെട്ടുകണക്കിന് കിടക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്. വാങ്ങിക്കാണല്ലേ? നമ്മള് ആ ഒരു തനിമയെ തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണല്ലേ അടുപ്പില്? അല്ല, നമുക്ക് അടുപ്പിൽ തീറ്റ പണി മാത്രമല്ല, വേറെ ഗ്യാസും കേസും ഒന്നുമില്ല. പുച്ഛമാണ് ഗ്യാസിനോടൊക്കെ. നല്ല ശരിക്കും നല്ല ടേസ്റ്റ്, നല്ല രുചിയോടുള്ള ഭക്ഷണം കഴിക്കാം. ഇതും ആയി. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പേരെന്തായിരുന്നു? വേളാവ്. നമ്മള് ഇതിപ്പോ എത്ര മണി വരെ ഉണ്ടാവും ചേട്ടാ നമ്മുടെ ഈ മീനൊക്കെ? ബാക്കി ഉണ്ടാവും? എത്ര മണി വരെ ഉണ്ടാവും നമ്മള് കട? വൈകിട്ട് 7 മണി വരെ. 7 മണി വരെ അല്ലേ? വൈകിട്ട് 7 മണി വരെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പൊക്കെ വന്നട്ടോ. എത്ര മണിക്ക് രാവിലെ തുടങ്ങാം? രാവിലെ ഞങ്ങളൊക്കെ ഇടിക്കുമ്പോൾ 4 മണിക്കൊക്കെ ഇടിക്കും. 4 മണിക്ക് ഇടിച്ചാൽ പണി തുടങ്ങും.
പണിയൊക്കെ തുടങ്ങി ബാക്കി ഇവിടുത്തെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ 9 മണി 8 മണി 8:30 9 മണിയാവും. പിന്നെ 9 ആകുമ്പോഴത്തേന് ചീനി മീൻകറിയൊക്കെ ആവും. കപ്പയും മീൻകറിയാ പിന്നെ ഞണ്ട് കറിയാ പിന്നെ ഓരോ ഇങ്ങനെ ആയിക്കോട്ടെ. ഇപ്പം ഞണ്ട് കറിയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ കപ്പയുണ്ട്, പിന്നെ ചോറുണ്ട്, ചോറായി, പിന്നെ നെത്തോലി പൊരിച്ചതായി, കൊഞ്ച് പൊരിച്ചതായി ആയിക്കൊണ്ടിരിക്കും. പിന്നെ തലക്കറിയായി, കൊഞ്ച് നമ്മുടെ ചെമ്മീൻ, കണവ റോസ്റ്റ് എല്ലാം. നമ്മൾ ഇത്തിരി വൈകി പോയി കുഴപ്പമില്ല, എല്ലാം ആയിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പൊരിച്ചും വറുത്തും ഒക്കെ കഴിക്കാം. ഞാനും കൂടി പറ്റാല്ലേ. ഇതാ നമ്മൾ പറഞ്ഞ കണമ്പ്. ഈ കണമ്പ് വലുതാണ് മാല എന്ന് പറഞ്ഞാൽ നമ്മള് മരച്ചാട്ട ഇച്ചിരി അല്പം വരും. ഞാനും പറ്റാം. കൈ പോകല്ലേ. എന്തായാലും മുങ്ങി ഇനി കുടിച്ചു കയറാം. ഇച്ചിരി ഇതായിട്ടുണ്ട്. എങ്ങനെ ഉപ്പ് വരി പിടിക്കുന്നത് എല്ലായിടത്തും പിടിക്കണമല്ലോ. ഈ ചക്ക വഴക്കുന്നതല്ല വഴക്കുന്നത്, മീൻ അരപ്പ് കിട്ടുന്നല്ല, ഈ ചക്ക വഴക്കുന്നല്ല വഴക്കുന്നത്. നമുക്ക് കഴിച്ചാലേ ശീലമുള്ളൂ. ചക്കപ്പുഴുപ്പായാലും പഠിപ്പിച്ചിവിടെ പിന്നെ ഇപ്പൊ തന്നെ പഠിക്കല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കണമ്പ് മാലാന്റെ ചെറുത് ആണ് കണമ്പ്. ഇപ്പൊ വലുതായത് ഇത് കണ്ട അരപ്പ് കേട്ടോ നോക്കിയോ. കണ്ടല്ലേ വിടവിലോട്ടൊക്കെ ആദ്യം തന്നെ തേച്ച് എങ്കിലും അതിനകത്ത് അരപ്പ് പിടിക്കത്തുള്ളൂ. അല്ലെ അകം പിച്ചുമ്പോഴേ ഇനി ഉപ്പം കാണത്തില്ല. ഒരു 2 ദിവസം എല്ലാം പഠിച്ചിടാം. 2 ദിവസം എന്നെ ഇവിടെ നിർത്തും മിക്കവാറും. അപ്പൊ നമുക്കിനി വറക്കാം പൊരിക്കാം. ഇതിപ്പോ എന്തായാലും ഒരു 2 മിനിറ്റ് പിടിക്കും ഇതാവാൻ വേണ്ടി. അപ്പൊ ഞാൻ കൈ ശരിക്കും ഒന്ന് കഴുകി ശ്വാസമൊക്കെ ഒന്ന് വിട്ട് വരാം. അരപ്പത് പിടിക്കട്ടെ. കൈയൊക്കെ കഴിക്കാണ്. നമ്മളെ സാധാരണ കടകളിലൊക്കെ മീനൊക്കെ നല്ല വലിയ മീനൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മളെ പരുവില്ലേ, പലഞ്ഞിന്ന് പറയും. എന്താ പരിക്കല്. അപ്പൊ അത് ഞാൻ കണ്ടില്ല. കാരണം അവിടെ ആൾക്കാര് അതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട് ചിലർ. ഇത് ഞാൻ ഇവിടെ കണ്ടില്ല. നമുക്ക് ഇവിടെ ഉണ്ടോ അത്? ഒരു മീനെടുത്ത് കട്ട് ചെയ്ത് നോക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഉണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്ന അനുസരിച്ചാണ്. പിന്നെ ചില മീനകത്ത് കാണും, ചില മീനകത്ത് കാണത്തില്ല. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കണമല്ലേ? അളിയനല്ല, അളിയന്റെ പേരെന്താണെന്ന് അറിയാ? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ചേട്ടൻ അളിയനാണ്. കട്ട് ചെയ്യാൻ പോവാ. ഇത് ഉൾക്കടലിൽ നിന്ന് പിടിക്കണാണോ അതോ ഉൾക്കടലിൽ പിടിക്കുന്നത്? ഉൾക്കടലിൽ നിന്ന്. ഇതെന്ത് ഈ തൂക്കിയിട്ടങ്ങനെ? അതേ മീനിന്റെ ഒരു കുടലാണ്. നമ്മുടെ ഈ കടിമീൻ എന്ന് പറയത്തില്ലേ? എന്താ കടിമീന്റെ കുടലാണ്. അത് ഈ വെളിരാജ്യത്ത് പോകുന്ന സാധനമാണ്. ഇത് മാത്രല്ല എക്സ്പോർട്ടിംഗ് ഉണ്ട്. എന്റെ ചിറക് ഫുൾ കണ്ടിക്കണം. ഉണ്ടോ ശരിക്കും നല്ലൊരു പാള വിശറി പോലെ ഉണ്ട്. അതൊന്ന് വിടർത്തിയപ്പോഴത്തേക്കും ആ ഭാഗം നമ്മൾ യൂസ് ചെയ്യല്ലോ. ഇറച്ചി ഉണ്ട് അവിടെ. ആ തല കണക്ക് നിർത്തി വെട്ടത്തുള്ളൂ അല്ലേ? അവിടെ ഉള്ളു ഇറച്ചി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വെട്ടിക്കളയത്തില്ല ആ ചിറക്. ഇത് തോലാണല്ലോ പൊളിഞ്ഞു വരുന്നത്. തോല് വേറെ എടുക്കണോ അല്ലേ? അല്ല ഈ ഇറച്ചിയും കൂടി ഒപ്പം പോലും നോക്കി പൊളിച്ചില്ലെങ്കിൽ. പരുവുണ്ടല്ലേ? പരുവുണ്ട്. ഭാഗ്യമുണ്ട്, പരുവുണ്ട്. ശരിക്കും അളിയന് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടന് മനസ്സിലായി ഇന്നതിൽ പരുവുണ്ടെന്ന്. അത് ശരിക്കും എക്സ്പീരിയൻസ് ആണ്. എത്രയോ വർഷമായിട്ട് ചേട്ടന് ഇവിടെ എത്ര വർഷം ചേട്ടാ? 30 വർഷമായിട്ട്. 30 വർഷമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇത് കാണിക്കുന്നത്. കറക്റ്റായിട്ട് ആ ഒരു പരുവുള്ള മീൻ എടുത്തിട്ട് വന്ന് കറക്റ്റായിട്ട് കണ്ടോ. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ നമ്മൾ എന്താ ഇവിടെ? ഇത് പരിയിൽ നമ്മൾ അരപ്പ് പൊരിച്ചു കൊടുക്കും. പരു നമ്മുടെ പാലയുടെ പരുവ ശരിക്കും നല്ല വലുതല്ലേ? അപ്പൊ എന്തായാലും നമുക്കിത് പൊരിക്കാം. മനസ്സ് രോഗി കൽപ്പിച്ചും പാലെന്നുള്ള രീതിയിൽ പരു ഉണ്ടാക്കി നോക്കി എടുത്തു. ഇനി അത് വിരിച്ചോടിപ്പോ കൊയ്ക്കാണ്. നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഇതൊന്നും ഞാൻ വെറുതെ കയ്യിൽ കഴിയും.